സ്നേഹവാനും പരിശുദ്ധനുമായ കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തോത്രം ചെയ്യുന്നു. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ കരുണ ഈ രാത്രികാലം നല്ല ഉറക്കം തന്നു. രാവിലെ എഴുന്നേൽപ്പിച്ച് അങ്ങയുടെ സന്നിധിയിൽ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ സന്നിധിയിൽ വിനയപൂർവ്വം ഇരിക്കുവാൻ, അങ്ങയുടെ കരുണകൾ പ്രാപിക്കുവാൻ തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവൻ തുറക്കുന്നു എന്ന് അരുളി ചെയ്ത സർവശക്തനായ ദൈവമേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് അങ്ങയുടെ സന്നിധിയിൽ യാചനാപൂർവ്വം നിൽക്കുന്നു. ഞങ്ങൾ മുട്ടുകയാണ്. നാളുകളായി മുട്ടി നിൽക്കുന്ന അനേക വിഷയങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. നിൻ്റെ കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും ദുഃഖങ്ങളും എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, നിൻ്റെ കുഞ്ഞുങ്ങളോട് നീ കരുണ കാണിക്കണമേ. നിൻ്റെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് തലമുറ എല്ലാം അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി മാറണം. ദൈവസ്നേഹമുള്ള, ദൈവത്തെ വിളിച്ച് ദൈവാനുഗ്രഹത്തോട് ജീവിക്കുന്ന തലമുറകളാക്കി അവിടുന്ന് അങ്ങയുടെ കൃപ കൊണ്ട് പൊതിഞ്ഞ് അനുഗ്രഹിച്ച് നടത്തണമേ. പ്രത്യേകിച്ച് പരീക്ഷിക്കാൻ ഒരുങ്ങുന്ന എല്ലാ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. കർത്താവേ, കഴിഞ്ഞ ഒരു വർഷക്കാലം പഠിച്ചെല്ലാം ഭംഗിയായി എഴുതി ഉന്നതമായ വിജയം കരസ്ഥമാക്കുവാൻ നിൻ്റെ മക്കൾ എല്ലാവരെയും ഇവിടുന്ന് അനുഗ്രഹിക്കണം. അപ്പാ, നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി മാറുവാൻ ഇടയാക്കണം. വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ ഇവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വിദ്യാഭ്യാസം നൽകിയത് അവിടുന്നാണ്, അവിടുന്ന് ജോലി നൽകി നിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. വിവാഹം കഴിയാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണിയെ നീ നിർമ്മിച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കുവാൻ നിൻ്റെ മക്കൾക്ക് നിൻ്റെ കരുണ കൂടിയിരുന്ന് ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ ഭാരപ്പെടുന്നവരെ നിൻ്റെ കരുണ കൊണ്ട് പൊതിയണമേ. മക്കളെ നൽകി അനുഗ്രഹിക്കണമേ. മക്കളെ യഹോവയുടെ ദാനമാകുന്നു. ആ ഉദരഫലം അനുഗ്രഹമായി നൽകി അനുഗ്രഹിച്ച് നടത്തണമേ. ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ, രോഗത്താൽ ഭാരപ്പെടുന്നവർ, ദൈവമായ കർത്താവേ, എന്താവശ്യത്തോടുകൂടി നിൻ്റെ സന്നിധി നിൽക്കുന്നു, ആ ആവശ്യത്തിൻ്റെ മേൽ നീ കരുണ ചൊരിഞ്ഞ് നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ. യാചിക്കുന്നവന് നൽകുമെന്നല്ല ചെയ്ത കൃപ കൂടിയിരുന്ന് അനുഗ്രഹിക്കണമേ. ജന്മദിനം ആഘോഷിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണം. എല്ലാവരെയും കരുണ കൊണ്ട് പൊതിഞ്ഞ് നടത്തണം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.